Once again, welcome back to another video episode of Whitedevilvlogs, the king of vloggers. Guys, ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് എല്ലാവർക്കും ഒത്തിരിയധികം ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ്. അതായത് നമുക്ക് എങ്ങനെ വെറും 1 മണിക്കൂർ കൊണ്ട് നമുക്കൊന്ന് അത്യാവശ്യം ഒന്ന് മുഖം ഒന്ന് ക്ലീൻ ആക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് സമയം കളയണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. നമുക്ക് ഈ ഒരു സംഭവം ചെയ്യാനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആണ്. ഒന്നെന്ന് പറയുന്നത് കോഫി പൗഡർ, 2 വെള്ളം, പച്ചവെള്ളം, പ്യുവർ വാട്ടർ. ഈ 2 സാധനങ്ങൾ മതി നമുക്ക് ഈ ഒരു സംഭവം ചെയ്യാനായിട്ട്. അപ്പം അത് എങ്ങനെയാണെന്നൊക്കെ നമുക്കിനി കണ്ട് മനസ്സിലാക്കാം. ഗൈസ്, ഇതാണ് നമ്മുടെ കോഫി പൗഡർ. അത് ഇന്ന ബ്രാൻഡിൻ്റെ വേണോ എന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല. ഏത് ബ്രാൻഡിൻ്റെ കോഫി പൗഡർ ആണെങ്കിലും യാതൊരു പ്രോബ്ലവും ഇല്ല. നമുക്ക് അത് ഉപയോഗിക്കുന്നതിൻ്റെ പ്രയോജനം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിലെ, അതായത് നമ്മുടെ മുഖത്തെ ഡേർട്ടി ആയിട്ടുള്ള പിമ്പിൾസും കാര്യങ്ങളൊക്കെ പോകും. ഇതൊരു നാച്ചുറൽ ഫേസ് പാക്ക് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ വാട്ടറാണ്, സാധാരണ പച്ചവെള്ളം. നമ്മൾ ശകലം പച്ചവെള്ളം എടുത്ത് ഈ കോഫി പൗഡറിലേക്ക് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ശകലം ഒഴിക്കാവുള്ളൂ. നമുക്കിതിൻ്റെ കൺസിസ്റ്റൻസി മനസ്സിലാക്കി ഒഴിക്കണം. അപ്പോഴത്തേന് ശകലം ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഏകദേശം എനിക്കിത് ഈ ഒരു കണ്ടീഷനിൽ കിട്ടി. അതായത് ഒരു ശകലം ഒരു മാവൊക്കെ കുഴയ്ക്കുന്ന രീതിയിൽ എനിക്ക് കിട്ടി. അപ്പം അത്രയും ഇത് പോരാ, അത്ര ഒരു കൺസിസ്റ്റൻസി പോരാത്തതുകൊണ്ട് ഞാൻ വീണ്ടും ഇതിലേക്ക് വെള്ളം ഒഴിച്ചു. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യുവാണ്. അപ്പോഴത്തേന് അതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി നമുക്ക് കിട്ടി. അതായത് ഒരു കുഴമ്പിൻ്റെ പരുവം. അല്ലാതെ നമുക്ക് അതിന് മുകളിലേക്കൊന്നും വെള്ളം കോരി ഒഴിക്കരുത്. കാര്യം എന്ന് വെച്ചാൽ മുഖത്ത് പിടിക്കില്ല ഒത്തിരി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ. ഈ കാണുന്ന രീതിയിലൊരു കുഴമ്പിൻ്റെ പരുവം. ഗൈസ്, അപ്പം എല്ലാവരും കണ്ടില്ലേ, ഇങ്ങനെയാണ് നമ്മുടെ ഒരു മിക്സ് ഉണ്ടാക്കേണ്ടത്. ഇനിയിപ്പം നമ്മൾ ചെയ്യേണ്ടത് ഈ മിക്സ് നമ്മൾ ജസ്റ്റ് നമ്മുടെ ഫേസിലേക്ക് സാധാരണ ഒന്ന് അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം ഇങ്ങനെയാണ് ഈ സംഭവം നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യേണ്ടത്. അതായത് മുഖം ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് വേണം ഈ സാധനം നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പം ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഏകദേശം 2 മണിക്കൂറോളം വെയിറ്റ് ചെയ്യുക. അതായത് ഇതൊന്ന് ഉണങ്ങാനായിട്ട്. ഫാനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങും, AC ആണെങ്കിൽ അതിനേക്കാളും പെട്ടെന്ന് ഉണങ്ങും. നമ്മൾ ഏകദേശം 2 മണിക്കൂറോളം വെയിറ്റ് ചെയ്യുക. ഗൈസ്, ഇപ്പം നമ്മൾ ഈ കോഫി പൗഡർ മുഖത്ത് വെച്ചിട്ട് ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞു. അപ്പം എന്തായാലും ഞാൻ പോയി ഇതൊന്ന് ജസ്റ്റ് വാഷ് ചെയ്തിട്ട് വരാം. വാഷ് ചെയ്തിട്ട് വന്നിട്ട് നമുക്ക് കുറച്ച് പരിപാടിയും കൂടെ നമുക്ക് മുഖത്ത് ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം യൂസ്ഫുൾ ആകും ഈ ഒരു സംഭവം. ഇത് നമുക്കൊരു നാച്ചുറൽ സ്ക്രബ് എന്ന് തന്നെ വേണം നമുക്കിതിനെ പറയാനായിട്ട്. ഇപ്പോൾ നമ്മൾ വാഷ് ചെയ്യുന്നത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നൈറ്റായി, അതുകൊണ്ട് ഞാൻ കാണിച്ചു തരുന്നില്ല. ഞാൻ നൈറ്റിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. സോ ഞാൻ കാണിച്ചു തരുന്നില്ല. ഇത് വാഷ് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ശരിക്കും നന്നായിട്ട് റബ്ബ് ചെയ്തിട്ട് വേണം ഇത് വാഷ് ചെയ്യാനായിട്ട്. ഇപ്പം നന്നായിട്ട് എൻ്റെ മുഖമെല്ലാം വലിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഫേസ് വാഷും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് മുഖം ശരിക്കും വാഷ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഈ സംഭവം സെറ്റായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ പോയി ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഗൈസ്, നമ്മുടെ ഇനിയുള്ള പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ക്രീം നമ്മുടെ മുഖത്ത് അല്ലെങ്കിൽ ഒരു പൗഡർ ഏതെങ്കിലും നമ്മുടെ മുഖത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത് ടിബറ്റ് സ്നോ എന്ന് പറയുന്നൊരു ക്രീമാണ് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നൊരു ക്രീം എന്ന് പറയുന്നത് ടിബറ്റ് സ്നോ ആണ്. അല്ലെങ്കിൽ പിന്നെ റെക്കമെൻഡ് ചെയ്യുന്നത് പോൺസിൻ്റെ ക്രീമാണ്. അപ്പം ഇത് രണ്ടിലും ഏതായാലും ആയിരിക്കും ഏറ്റവും നിങ്ങൾക്ക് ബെറ്റർ. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ക്രീം ഏതാണോ അത് നിങ്ങളുടെ ഫേസിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. അപ്പം ജസ്റ്റ് സാധാരണ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ നമ്മളിതങ്ങ് അപ്ലൈ ചെയ്യുക. നമ്മളിതങ്ങ് അപ്ലൈ ചെയ്ത ശേഷം
നമ്മൾ ഒന്ന് നോക്കുക. ഇപ്പം എൻ്റെ മുഖത്ത് എവിടെയെങ്കിലും ഇരിപ്പുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറയെ നോക്കിയാണ് സംസാരിക്കുന്നത്, ഫ്രണ്ട് ക്യാമറയല്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ മുഖത്ത് എവിടെയെങ്കിലും ഇരിപ്പുണ്ടോ എന്ന് അറിയത്തില്ല. ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ക്ഷമിച്ചേക്കുക. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത് വെച്ചാൽ മാത്രം മതി ഗൈസ്. നമ്മൾ ഒരു 3-4 ദിവസത്തേക്ക് വേണ്ട വെളുപ്പും കാര്യങ്ങളൊക്കെ സെറ്റാവും. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് എന്തോരം ക്യാമറയ്ക്കകത്ത് കാണാൻ പറ്റുമെന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എങ്കിൽ ഞാൻ ഈ ഒരു സംഭവം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. എനിക്ക് ഇതിൽ നിന്ന് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ഇത് എൻ്റെ അനുഭവമാണ്. അങ്ങ് കളഞ്ഞേര്. ഇതെൻ്റെ അനുഭവമാണ് ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് നല്ലൊരു റിസൾട്ടാണ് ഈ ഒരു കോഫി പൗഡർ സ്ക്രബ് ഉപയോഗിച്ചപ്പോഴത്തേന് എനിക്ക് കിട്ടിയത്. നല്ലൊരു റിസൾട്ട് തന്നെ എനിക്ക് കിട്ടുന്നുണ്ട്. സോ നിങ്ങളെല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വലിയ ചിലവോ കാര്യങ്ങളോ ഒന്നും ഉള്ളൊരു സംഭവമല്ല ഈ കോഫി പൗഡർ സ്ക്രബ് എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ പറയേണ്ടുള്ളത് ഒരു കോഷൻ, നിങ്ങൾ എപ്പോഴും ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ കണ്ണിൻ്റെ അകത്ത് ഒരു കാരണവശാലും ഈ കോഫി പൗഡർ പോകരുത്. പോയി കഴിഞ്ഞാൽ വലിയ ഡേഞ്ചറാണ്. അതായത് ഈ തരി പോകാനായിട്ട് ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് പറയുന്നത് കണ്ണിൻ്റെ അകത്ത് നിങ്ങൾ കഴുകുമ്പോഴാണെങ്കിലും അതേപോലെ തന്നെ ഇത് മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോഴാണെങ്കിലും നിങ്ങൾ സൂക്ഷിച്ച് തന്നെ ചെയ്യുക. നിങ്ങൾക്ക് കണ്ണിൽ പോയി കഴിഞ്ഞാൽ വലിയ 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 ഡേഞ്ചറാണ്. സോ മാക്സിമം സൂക്ഷിക്കുക. പിന്നെ ഇത്രേ പറയാനുള്ളൂ ഗൈസ്. നമ്മുടെ ഈ ഒരു ചെറിയ ഫേസ് പാക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ദയവായി ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ഡിസ്ലൈക്ക് ചെയ്യുന്നവരോടൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നിങ്ങൾ എന്ത് കാരണത്താലാണ് വീഡിയോ ഡിസ്ലൈക്ക് ചെയ്തത് എന്ന് എന്നോടൊന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാതെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ അമർത്തുക. ഇതുപോലുള്ള നമ്മൾ നല്ല 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 കണ്ടൻറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. സോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒരിക്കലും സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കില്ല. സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ വലിയ നഷ്ടമായിരിക്കും. നമ്മൾ നല്ല നല്ല കണ്ടൻറ്റുകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. സോ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ ഇറ്റ്സ് മീ അൻസിൽ പിഷാജി ഫ്രം Whitedevilvlogs signing off with peace.